ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കണോ? അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വിചാരിച്ചിട്ടുണ്ട് നമുക്ക് എന്താ പറയുക, ആഡ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ തന്നെ വേണം, എന്നാലും നമുക്ക് ഡോളറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും ലോങ് വീഡിയോ അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാണുന്നവർ വീഡിയോ ഒന്ന് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അങ്ങനെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്കിന്ന് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സുഡാപ്പിക്ക് കരാട്ട ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അതിന് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ എണീറ്റതാണ് കേട്ടോ. അപ്പോൾ മദ്രസയിലേക്ക് ആക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഈ മാസം വെക്കേഷൻ്റെ സമയത്ത് സുന്നത്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സുന്നത്ത് കഴിക്കൽ കഴിച്ചിട്ട് അങ്ങനെ മദ്രസയിലേക്ക് ആക്കാമെന്ന് വിചാരിക്കുന്നത്. ഉസ്താദ് പറഞ്ഞു കുഴപ്പമില്ല കൊണ്ടുവന്നാക്കിക്കോന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു വേണ്ട, എന്തായാലും സുന്നത്ത് കഴിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ലീവ് എടുക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ എന്തായാലും ഈ വെക്കേഷൻ്റെ സമയത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ നേരത്തെ തന്നെ അടിച്ചു വാരി ഇട്ടു കേട്ടോ. അപ്പോൾ അവിടെ മറ്റേ എന്താ പറയുക, പോസ്റ്റുമുള്ള വെളിച്ചം ഉണ്ടാവുമല്ലോ, ആ വെളിച്ചത്തിന് നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം അടിച്ചു വാരി. പിന്നെ ഇത് ഇവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നത്. മുറ്റടിക്കാൻ രാവിലെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുറച്ച് പണികളൊക്കെ ചുറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ട് വരിക, അങ്ങനത്തെ പണിയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് വരുമ്പോൾ പകുതി അടിച്ച് വരുമ്പോഴേക്കും ചായ റെഡിയായി ഉണ്ടാവും. പിന്നെ പോയി ചായയിലിടേണ്ട അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ആണല്ലോ വരാറ്. അപ്പോൾ അങ്ങനെ ഞാൻ ചായ വെക്കാനായിട്ട് മറന്നു കേട്ടോ. പിന്നെ എന്തായാലും വിചാരിച്ചാൽ അവർ എണീറ്റിട്ടില്ലല്ലോ, അവർ എണീക്കുമ്പോൾ നമുക്ക് ഈ പണി അങ്ങോട്ട് തീർക്കാം. അല്ലെങ്കിൽ 10 ദിവസം എൻ്റെ പുറകെ നടക്കും കേട്ടോ. ചില സമയത്ത് കുഴപ്പമുണ്ടാവില്ല, ചില സമയത്ത് ഞാൻ അവളുടെ പുറകെ തന്നെ അവളെ എൻ്റെ പുറകെ തന്നെ ഉണ്ടാവും കേട്ടോ. എനിക്ക് അതിന് ചിലപ്പോൾ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില ദിവസം കേട്ടോ. ചില ദിവസമൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എനിക്ക് വരുമ്പോൾ തന്നെ ഇക്കാന്ന് വിളിച്ചിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം അപ്പോൾ മനസ്സിലാക്കാം ഇന്ന് വലിയ കുഴപ്പമില്ല എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഇപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് അവർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വോയിസ് കൊടുക്കാനൊന്നും ഇടാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ വൈകി പോയത്. പിന്നെ എന്തായാലും നമുക്ക് ഇടാണ്ട് കാര്യമില്ലല്ലോ. ഒരു പ്രാവശ്യം ഡോളർ കിട്ടിയെന്ന് വെച്ച് നമ്മളവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ തന്നെ അത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ മുറ്റടിക്കുന്ന സമയത്ത് ഒരു 3 മാമ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂട്ടാൻ മാമ്പഴമാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വയ്ക്കാം, നാളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇതേ മാമ്പഴം ഞാനവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നതും കൂടി ഉണ്ട്. പിന്നെ എന്തായാലും ഇപ്പോൾ തട്ടിമുട്ടി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ഡോളറൊക്കെ കിട്ടി, ഇനിയിപ്പോൾ സപ്പോർട്ട് വേണ്ട എന്നുള്ള ചിന്തയൊന്നും വരരുത് കേട്ടോ. നമ്മുടെ പാവങ്ങളല്ലേ, നമുക്കിതൊക്കെയല്ലേ നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതേ ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് വേഗം ചായയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇന്ന് നിങ്ങൾക്ക് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കേട്ടോ. വിട്ടുപോയതല്ല, നമ്മളെല്ലാതും കൂടി അതിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ എന്താ വെച്ചാൽ ചിലവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണവർ അത് കാണാൻ വഴിയില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ ആദ്യത്തെ ഫ്രണ്ടാണ് കേട്ടോ മൈ ബെസ്റ്റി എന്ന് പറയാം, ഇന്ദുവിനെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. കുറച്ച് പേർക്കല്ല, ഇപ്പോൾ കുറച്ച് അധികം പേർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ ചാനലിൽ പറയാറുണ്ട്, ആളെന്നെക്കുറിച്ചും ചാനലിൽ പറയാറുണ്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ എന്താ പറയുക, ചാനൽ തുടങ്ങി അപ്പോൾ തൊട്ട് കിട്ടിയിട്ടുള്ള ആളാണ്. ഇന്നേ വരെ ഒരു ദിവസം പോലും നമ്മൾ കോൾ ചെയ്യാത്ത ദിവസങ്ങളില്ല കേട്ടോ. എന്നും വിശേഷങ്ങൾ അന്വേഷിക്കലും അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കലും, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഒരു ദിവസം വോയിസ് കേൾക്കാണ്ട് എന്നതിന് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിലും ആൾ അപ്പനെ വിളിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജെങ്കിലും ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ വേഗം അതിരുന്ന് കേൾക്കും, പിന്നെ അതിന് റീപ്ലൈ കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ എന്താ പറയുക ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയാം, അത് തന്നെ. അങ്ങനെ അത്രയ്ക്ക് കട്ട സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേരുണ്ട്, അവരും ഈ പറഞ്ഞ പോലെ കട്ട സപ്പോർട്ടാണ് കേട്ടോ. വീഡിയോസ് കാണാനായാലും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായാലും എല്ലാതും ഒക്കെ കട്ട സപ്പോർട്ടാണ്.
പിന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് 2-3 ദിവസം പോരാ തോന്നുന്നുണ്ട്, ഒരു 4-5 ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇത്താത്തമാരെയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരും ഈ പറഞ്ഞ പോലെ നല്ല കട്ട സപ്പോർട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വ്യൂസും അതുപോലെ തന്നെ മോണിയൊക്കെ ആവാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ $10 കിട്ടിയപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പറഞ്ഞു തരണം, വീഡിയോയിൽ മാത്രമല്ല എല്ലാതും പറഞ്ഞു തരണം, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നല്ല കട്ട സപ്പോർട്ടാണ് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് ഈ ചാനൽ തുടങ്ങിയ പിന്നെ തന്നെ കുറേ അധികം ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൗഹൃദം നിലനിർത്താനായിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ. വെച്ചാൽ വാട്സപ്പിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഒത്തിരി പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ ചെടി നനക്കലൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ വരാത്ത കാരണം കൊണ്ട് വോയിസ് കൊടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്ത് പറയണം എന്നൊക്കെ ഇങ്ങനെ ഒരു തപ്പിപ്പിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെടി നനക്കലൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ അധികം വെള്ളമൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതങ്ങനെ കുറേയൊക്കെ ഇപ്പോൾ 2 ദിവസമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഞാൻ വന്നത് നോക്കിയപ്പോൾ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുടിക്കാനുള്ള വെള്ളം ഒന്ന് എടുത്ത് വയ്ക്കണം. പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിയൊക്കെ ഒന്ന് കഴുകിയിടണം. അപ്പോൾ എന്തായാലും ഞാൻ ഈ വെള്ളം ഒന്ന് കൊണ്ടുപോയിച്ച് ആ സമയത്ത് തന്നെ നമുക്ക് വേഗം അരി ഇടാം വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം വെള്ളം ഇപ്പോൾ ഒരു കുടം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം വെച്ചിട്ട് അടുത്തത് കുടം കൊണ്ടുവന്ന് അങ്ങനെ ഒഴിച്ച് കുടിക്കാനുള്ള വെള്ളം ഞാൻ കൈയോടെ അങ്ങനെ പിടിച്ച് വയ്ക്കാറാണ് കേട്ടോ. മുകളിലേക്ക് പോകുന്ന ടാങ്കിൽ നിന്ന് ഞാൻ അങ്ങനെ എടുക്കാറില്ല. അതെപ്പോഴും നമുക്ക് ക്ലീൻ ആക്കാനൊന്നും പറ്റിയെന്നൊന്നും വരില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇവിടെ അതിൽ കരടും കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമാകുമ്പോൾ നല്ല കരട് വരും, അടിയിലേക്ക് പോപ്പായി ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കുടിക്കാൻ അതിൽ നിന്ന് എടുക്കാറില്ല കേട്ടോ. ചില സമയത്ത് ടാങ്ക് കഴുകുകയാണെന്ന് തന്നെ കുറച്ച് ദിവസം അടുപ്പിച്ചെടുക്കും. പിന്നെ ഞാൻ അതങ്ങോട്ട് മാറ്റാറാണ് പതിവ്. അങ്ങനെ നമ്മൾ ചോറിനുള്ള അരി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകി വെള്ളം നൂറ്റി കളയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വെള്ളം പിടിക്കലും നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുടിക്കാനുള്ള വെള്ളം കൂടി പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓസ് ഇട്ടിട്ട് ടാങ്കിലേക്ക് ഇട്ട് വയ്ക്കാം. ടാങ്ക് മുകളിലത്തെ ടാങ്ക് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അടിയിലത്തെ ടാങ്കിലും പകുതി വെള്ളമായിട്ടുണ്ട്. ഇനിയൊരു ഭാഗം കൂടി നിറയാനുള്ളൂ കേട്ടോ. പിന്നെ സമാധാനമാണ്. പിന്നെ നമുക്ക് പാത്രങ്ങളിലൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന് കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. പിന്നെ അലക്കാനൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇന്ന് എന്തായാലും അലക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വെള്ളം പിടിക്കലും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് വേണം വേഗം പോയി കുളിക്കണം. പിന്നെ ഞാനിപ്പോൾ അവരെന്തായാലും വെറും വയറ്റിൽ രാവിലെ തന്നെ പറഞ്ഞയച്ചാൽ ശരിയാവില്ല. പിന്നെ 7 മണിക്കൊന്നും ഒരു ഭക്ഷണം കഴിക്കുന്ന ശീലമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അമൃതം പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് ലൂസാക്കിയിട്ട് അങ്ങോട്ട് കുറുക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓരോ ഗ്ലാസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കധികം വിശപ്പും ഉണ്ടാവില്ല, ആരോഗ്യത്തിന് നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ നടന്നു കരാട്ട ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തോസ് സുഡാപ്പിയുടെ കൈ എന്നെ പിടിക്കണമെന്നുണ്ട് വാശിയാണ്. ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മൂത്ത ആൾക്ക് ക്യാമ്പില്ലാത്ത കാരണം കൊണ്ട് ആളും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വായനശാലയിലാണ് കേട്ടോ കരാട്ട ക്ലാസ് എടുക്കുന്നത്. ഇതിൻ്റെ മോൾ ഭാഗത്താണ് കേട്ടോ ക്ലാസ് ഉള്ളത് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഇവിടെ നിന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മാഷ് എത്തിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അധികമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എടുത്തു, പക്ഷേ വീഡിയോക്ക് വല്ലാണ്ട് ലെങ്ത് അങ്ങോട്ട് കൂടിയപ്പോൾ ഞാൻ പിന്നെ അതങ്ങോട്ട് കുറച്ചതാണ് കേട്ടോ. അങ്ങനെ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. സുഡാപ്പി ഇന്ന് ആദ്യത്തെ ക്ലാസ് ആയ കാരണം കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സാറോട് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് അങ്ങനെ ഞങ്ങളിതേ മുകളിലേക്ക് കയറിയിട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു മുകളിലിരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവും ചോദിച്ചാൽ പറഞ്ഞു അമ്മമാരിയ്ക്കുമ്പോൾ ചിലപ്പോൾ മക്കൾ സമ്മതിക്കില്ല, അവർ നമ്മളെ നോക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ സുഡാപ്പി അതൊന്നും ഉണ്ടായിരുന്നില്ല. സുഡാപ്പി നമ്മളെ മൈൻഡും കൂടി ചെയ്തില്ല. സുഡാപ്പി അവിടെ ഭയങ്കര ഇതിലായിരുന്നു. സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിയുള്ള കുട്ടികളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവന് അതില്ല. അപ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ലാതെ ആൾ കളിക്കുകയൊക്കെ ചെയ്തോട്ടെ. സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാതും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ കരാട്ട തുടങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു പകുതി ആയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കാൻ പറ്റും, എന്താണ് സാറ് ചീത്ത പറയുമെന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു നിന്നത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. ഇതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിയാൽ മതി എന്ന് വെച്ചാൽ വിശന്നിട്ടാണ് കേട്ടോ വരുന്നത്. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നേരം വൈകിയ കാരണം കൊണ്ട്. പിന്നെ അതേ വേഗം കൊള്ളി അവിടെ നിന്ന് കടയിൽ കയറി കൊള്ളി മേടിച്ചു കൊണ്ടുവന്നു. പിന്നെ ഒരു പാക്കറ്റ് ഉപ്പുപൊടിയും കൂടി മേടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ബീഫ്, ഇന്നലത്തെ ബീഫ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുക്കറിലിട്ടിട്ട് ബീഫ് കറി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ 3-4 കഷ്ണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളി വേവിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ മസാലയ്ക്കൊന്നും പിടിക്കാൻ വഴിയില്ല. ബീഫായ കാരണം കൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് വെന്തടിഞ്ഞു പോവില്ല. കൊള്ളിക്കാണെന്നുണ്ടെങ്കിൽ 2 വിസിലും മതിയല്ലോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ബീഫിൽ തന്നെ ഈ കൊള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്ന് ഈ കറിയിൽ നിന്ന് എടുത്തിട്ട്
നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുരുമുളക് ഇട്ടിട്ട് അങ്ങോട്ട് മസാല ആക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് മാറ്റി വെച്ചതായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കൊള്ളി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 വിസിൽ അങ്ങോട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ കൊള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിത് പുട്ടുപൊടിക്കുള്ള വെള്ളം കൂടി ഒന്ന് അടിച്ച് കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് പൊടി ആവശ്യത്തിനുള്ള പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചേക്കാണ് കേട്ടോ, കറി സെറ്റായിട്ടില്ലേ, അതായി വരട്ടെ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കവിടെ കുറച്ച് നേരം വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെയാണ് പറയണത്. ഞാൻ 20 മിനിറ്റൊന്നും നിന്നില്ല കേട്ടോ. വിശപ്പ് കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, വല്ലതും തായോ നമ്മുടെ വെള്ളം അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വേഗം പുട്ടുപൊടി അങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയാണ്. ഇത് ബീഫ് ഇതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടിയുടെ കുത്തങ്ങോട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുപൊടി ഞാൻ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെ പാകത്തിന് നനവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ നാളികേരം ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പണികളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങൾ കഴുകിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അത് കൈയൊന്ന് ഒഴിയുമ്പോൾ വേഗം എടുത്ത് വയ്ക്കാനും ഇച്ചിരി ബേസണിലാക്കി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ പുട്ടുംകുറ്റിയിലേക്ക് ഞാൻ അതേ പുട്ടുപൊടി ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനത് അടുപ്പത്തേക്ക് ആദ്യത്തെ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ട് അവിടെ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് ഞാൻ ഇവിടെ വേഗം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് എണ്ണ നടുവിൽ ഒഴിച്ചിട്ട് അതിലിങ്ങനെ കടുക് കാച്ചിയെടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. എണ്ണ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം ചട്ടിയുടെ മൊത്തത്തിലായിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയുടെ നടുവിൽ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കരിഞ്ഞതല്ല, ചട്ടി ചൂടാകുമ്പോൾ ഒരു പെട്ടെന്നൊരു കുത്തുണ്ടാവും. ആ കുത്തുകൊണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചുമച്ചൊരു വിധാവും കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതിയേ. പിന്നെ ഞാൻ ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫും കൊള്ളിയും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊള്ളിയും ബീഫും ഇതെവിടെ സെറ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രീമി പോലെ ആയിട്ടുള്ള ബീഫും കൊള്ളിയാണ് കേട്ടോ. കൊള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് പുട്ടും ഇതൊക്കെ കൂടി അങ്ങോട്ട് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ദിലൂനുള്ളത് ആളെടുത്തിട്ട് ടി വിയും വെച്ചിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട്. ഇനി സുഡാപ്പിനും പാത്തൂസിനും കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പാത്രത്തിലിട്ട സമയത്താണ് സുഡാപ്പി വന്നിട്ട് പറഞ്ഞു എനിക്ക് വാരി തന്നാൽ മതി, പാത്തൂസിനും ഒറ്റയ്ക്കും കഴിക്കണം. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, സുഡാപ്പിക്കുള്ളത് അങ്ങോട്ട് കൊടുത്തു. പാത്തൂസിനുള്ളത് അങ്ങോട്ട് കൊടുത്തു. ഞാനും സുഡാപ്പിയും കൂടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടും ബീഫും അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ട് നല്ല ഐറ്റം സൂപ്പറായിരുന്നു. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തായിരുന്നു എന്നുള്ളത്, അത് മറന്നു പോകണ്ട. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ സമയത്ത് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ കാരണം കൊണ്ട് ഇന്ന് അലക്കാനൊന്നുമില്ല. പിന്നെ ഇതേ കുറച്ച് പച്ചപ്പയർ ഇരിക്കുന്നുണ്ട്. ഇത് പിലോപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പിലോപ്പി ഒന്ന് നന്നാക്കി എടുത്ത് വരണം. പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗത മീനൊക്കെ നന്നാക്കി എടുത്തു, മസാലയൊക്കെ പുരട്ടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ഈ ഉപ്പേരി അങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ ക്രഷ്ഡ് ചില്ലി കുത്തമുളക് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പയർ നല്ലോണം കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ പയർ, ഞാൻ 1/2 കിലോ പയർ മേടിക്കാൻ മോനെ പറഞ്ഞയച്ചിട്ട് മോന് 1 കിലോ പയർ മേടിച്ചുകൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പയറൊക്കെ വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിലായാലും വെക്കുമ്പോൾ അങ്ങനെ വെക്കരുത്. ഇതേപോലെ ചെറുതായി നുറുക്കിയതിൻ്റെ ശേഷം നമ്മളൊരു ബൗളിലാക്കിയിട്ട് അടച്ച് വെക്കുകയാണ്. എയർ പോവാത്തൊരു കണ്ടെയ്നറിലാക്കി അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ പയർ കേടാവാതിരിക്കും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ 1 കിലോ ഉണ്ടായ കാരണം ഞാൻ അങ്ങനെ ഒരു ചെപ്പിലാക്കിയിട്ട് അടച്ച് വെച്ചതായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ പയർ ഞാനതിങ്ങനെ ഇട്ട് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് അങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ മീൻ പൊരിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരടുപ്പിൽ പയറും വെച്ചിട്ടുണ്ട്, ഒരടുപ്പിൽ ഇത് മീൻ പൊരിക്കാനും വെക്കുന്നുണ്ട്. അപ്പോൾ മീനിലേക്ക് ഞാൻ മസാല ചേർക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഇവിടെ ഞാൻ എപ്പോഴും പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ, ചിക്കനിലേക്കും ബീഫിലേക്കും എന്തിലേക്കും ചേർക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.